നമസ്കാരമുണ്ട്. നമ്മളെ ഇന്ന് പറയാൻ പോണത് വെക്ടർ ഓൾജിബ്ര എന്ന് പറഞ്ഞ ഒരു പാഠത്തിലെ ഓൾ ഇൻ വൺ ക്വസ്റ്റ്യൻ ആണ്. ഓൾ ഇൻ വൺ, അതായത് ഇതിൽ ചോദിക്കാവുന്ന ഭൂരിഭാഗം എല്ലാ ചോദ്യങ്ങളും ഈ ഒരു ചോദ്യത്തിൽ കൂടെ കഴിഞ്ഞു. ഓക്കെ അല്ല മക്കളെ, അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം വെക്ടറിന്റെ ഭൂരിഭാഗം ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും ഇതിനുള്ളിൽ വിട്ടിട്ടുണ്ട് എന്ന് പറയാം. നോക്കിക്കോട്ടെ മക്കളെ, എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം കേട്ടാ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് 3 പോയിന്റ് തന്നിട്ട് എ ബി സി എന്ന് പറഞ്ഞ 3 പോയിന്റ് തന്നിട്ട് നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് വെക്ടർ എ ബിയും വെക്ടർ ബി സിയും കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മളത് കണ്ടുപിടിക്കണം. നോക്കിക്കോട്ടെ മക്കളെ, വെക്ടർ എ ബിയും വെക്ടർ ബി സിയും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് വെറുതെ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ വെക്ടർ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെക്ടർ പറഞ്ഞ പേരാണ് പൊസിഷൻ വെക്ടർ എന്നാണ് പറയാ. എ എന്ന് പറഞ്ഞ പോയിന്റിനെ വെക്ടർ ആക്കാൻ പറഞ്ഞാൽ അതിന് ഒ എന്ന് എഴുതാ. വെറുതെ ij ഇട്ട് കൊടുത്താൽ മതി. 2i + 3j + 4k. അതുപോലെ ബി എന്ന് പറഞ്ഞ വെക്ടറിനെ വെക്ടറാക്കാൻ വേണ്ടിയിട്ട് പോയിന്റിനെ വെക്ടറാക്കാൻ വേണ്ടി ഇവിടുത്തെ ഒ ബി എന്ന് എഴുതാം. എന്നിട്ട് വെറുതെ ij ഇട്ട് കൊടുക്കുക. 4i + 3j + 2k എന്നിട്ട് കൊടുക്കുക. സി എന്ന് പറഞ്ഞ പോയിന്റിനെ വെക്ടറാക്കാൻ പറഞ്ഞാൽ ഒ സി എന്ന് എഴുതാം. 5i + 2j - k എന്ന് എഴുതി വെറുതെ ij ഇട്ട് കൊടുക്കുക. ശരിക്കും മുകളിൽ ക്യാപ്പ് ഒക്കെ ഇടണം കേട്ടോ. സമയമുള്ള ആൾക്കാർ പോയി ക്യാപ്പ് ഇട്ടോട്ടാ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെക്ടർ എ ബി ആണ് ആവശ്യം. വെക്ടർ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുല പഠിക്കുക. ഒ ബി - ഒ എ, രണ്ടാമത്തെ പൊസിഷൻ മീറ്റർ മൈനസ് ആദ്യത്തെ പൊസിഷൻ മീറ്റർ. ഇതാണ് ആര് വെക്ടർ എ ബി. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതേ നമ്മുടെ എ ബി ഇവിടെ ഉണ്ട്, ഒ ബി ഇവിടെ ഉണ്ട്, ഒ എ ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. 4i നിന്ന് 2i കുറച്ചാൽ 2i, 3i നിന്ന് 3i കുറച്ചാൽ 0j, 2k എന്ന് 4k കുറച്ചാൽ -2k. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് കിട്ടി വെക്ടർ എ ബി. ഇത് നമുക്ക് ആരെയും കണ്ടുപിടിക്കാൻ മക്കളെ, വെക്ടർ ആരെ വേണം? വെക്ടർ ബി സി വേണം. ബി സി കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ടാമത്തെ പൊസിഷൻ മീറ്റർ ഒ സി മൈനസ് ആദ്യത്തെ പൊസിഷൻ മീറ്റർ ഒ ബി. അപ്പൊ ഒ സിയിൽ നിന്ന് ഒ ബി കുറയ്ക്കുക. അപ്പൊ 5യിൽ നിന്ന് 4 കുറച്ചാൽ 1i, 2jയിൽ നിന്ന് 3j കുറച്ചാൽ -j, -kയിൽ നിന്ന് -2k കുറച്ചാൽ -3k. ഇവിടെ 1i എഴുതുന്നില്ല, വെറുതെ എഴുന്നിട്ടാലും മതി. അപ്പൊ അതും കിട്ടി നമുക്ക്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സംശയമല്ലോ. ഇത് കണ്ടുപിടിക്കേണ്ടത് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ബി ഓൺ വെക്ടർ ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ബി ഓൺ വെക്ടർ ബി സി. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് നമ്മൾ നോക്കണത് ബിയാമത്തെ ചോദ്യമാണ്. അപ്പൊ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ, പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല ഇങ്ങനെയാണ്. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്നാണ് ശരിക്കുള്ള ഫോർമുല. ഇവിടെ അതെന്താവും മക്കളെ? പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ബി ഓൺ വെക്ടർ ബി സി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം വരുന്നത് വെച്ചാല് എ ബി ഡോട്ട് ബി സി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആര്? ബിയുടെ സ്ഥാനത്തൂടെ ബി സി ആണ്, മാഗ്നിറ്റ്യൂഡ് ബി സി എന്ന് ചെയ്യാം. മക്കളെ അത് വളരെ എളുപ്പമാണ്. ഈ രണ്ടാൾക്കാരുകൾ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. ഈ രണ്ട് വെക്ടറുകൾ തമ്മിൽ എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാന്ന് വെച്ചാല് അവരുടെ അതിന്റെ കൂടെയുള്ള ആൾക്കാർ തമ്മിൽ ഗുണിക്കുക. രണ്ടിന്റെയും അതിന്റെ കൂടെ 2 1 അപ്പൊ 2 പ്ലസ് ജെയുടെ കൂടെ ഗുണിക്കുക. 0യും -1 അപ്പൊ 0. കെയുടെ കൂടെ -2ഉം -3ഉം -6 +6 ബൈ ബി സി എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ? റൂട്ട് ഓഫ് അതിന്റെ കൂടെ സ്ക്വയർ 1², ജെന്റെ കൂടെ സ്ക്വയർ -1 ഹോൾ സ്ക്വയർ, കെയുടെ കൂടെ സ്ക്വയർ -3 ഹോൾ സ്ക്വയർ ആണ്. സംശയമല്ലോ. അപ്പൊ ചെയ്തു വരുമ്പോ നമുക്ക് ഇത് കിട്ടി. എന്ത് വന്നു മക്കളെ? 8 ഡിവൈഡഡ് ബൈ 1 + 1 + 9 അല്ലെ. 1 + 1 + 9 ആരാ? √11 എന്ന് പറഞ്ഞിട്ട് കിട്ടി. √11 എന്താണ് മക്കളെ? യൂണിറ്റ്സ് ആണ് നമ്മുടെ എന്ത്? പ്രൊജക്ഷൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ പ്രൊജക്ഷൻ നമുക്ക് എന്താന്ന് കിട്ടി. സംശയമല്ലോ. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് ബി സി. അതിന്റെ ഫോർമുല വളരെ എളുപ്പമാണ്. സിയാമത്തെ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഫോർമുല. cos θ = a dot b divided by magnitude of a into magnitude of b all modulus. ഇതാണ് ശരിക്കുള്ള ഫോർമുല. ഇവിടെ അത് മാറും. എയുടെയും ബിയുടെയും പകരം ഇവിടെ ആരാണ് മക്കളെ? വെക്ടർ എ ബിയും ബി സിയും ആണ്. ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സി എന്നായിട്ട് മാറും. അതിൽ എ ബി ഡോട്ട് ബി സി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 8 ഡിവൈഡഡ് ബൈ
മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി കണ്ടുപിടിക്കണം. എ ബി നമുക്ക് ഇവിടെ വേഗം ഒന്ന് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി നമുക്ക് ഇവിടെ മണ്ടയിൽ കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ആരാണ് ഇവിടെ എ ബി? നമ്മുടെ എ ബി എന്ത് വരും മക്കളെ? അപ്പൊ 2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 + 4 ഇസ് ഈക്വൽ ടു റൂട്ട് 8 ഇസ് ഈക്വൽ ടു വേണമെങ്കിൽ അതിനെ 4 × 2 എന്ന് എഴുതിയിട്ട് 2√2 എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. 2√2. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ 2√2 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സി ഓൾറെഡി കിട്ടിയിട്ടുണ്ട് നമുക്ക് റൂട്ട് 11 ആണ്. അപ്പൊ കിട്ടി. ഈ 2 8ൽ 4 തവണ പോയി. അപ്പൊ 4 / റൂട്ട് 22 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും cos θ. Therefore θ സമം cos ഇൻവേഴ്സ് 4 / റൂട്ട് 22. പരിപാടി കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി മക്കളെ? നമുക്ക് മൂന്നാമത്തെ ചോദ്യമായിട്ടുള്ള ആംഗിൾ കിട്ടി. സംശയമല്ലോ. ഇനി ഉള്ള സാധനമാണ് മക്കളെ നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് വിചാരിക്കാം. ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ 2 സൈഡുകൾ കിട്ടിയാൽ മതി. നമുക്ക് ഓൾറെഡി അറിയാം എ ബി അറിയാം, പിന്നെ ബി സി അറിയാം. 2 അഡ്ജസന്റ് സൈഡുകൾ കിട്ടിയിട്ടുണ്ട്. 2 അഡ്ജസന്റ് സൈഡുകൾ കിട്ടിക്ക. അപ്പൊ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വെക്ടർ എയും വെക്ടർ ബിയും ആണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെയാണ്: ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്നാണ് ശരിക്കുള്ള ഫോർമുല. ഇവിടെയാണെങ്കിൽ അത് വ്യത്യാസം വരും. ഇവിടെ ആരായിരിക്കും മക്കളെ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് ബി സി ആയിട്ട് മാറും. അഡ്ജസന്റ് സൈഡ് എ ബിയും ബി സി ആണ്. അപ്പൊ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ ആദ്യം ആരെ വേണം മക്കളെ? നമുക്ക് എ ബി ക്രോസ് ബി സി കണ്ടുപിടിക്കണം. എ ബി ക്രോസ് ബി സി കണ്ടുപിടിക്കാൻ ഡിറ്റർമിനന്റ് ഐ ജെ കെ. എ ബി ആരാണ് മക്കളെ? എ ബിയുടെ കോയിഫിഷ്യന്റ് 2, 0, -2. എ ബിയുടെ ഐന്റെയും ജെയുടെയും കെയുടെയും കൂടെ ആൾക്കാർ എഴുതി. ഇനി ബി സിയുടെ ഐന്റെയും ജെയുടെയും കെയുടെയും കൂടെ ആൾക്കാർ എഴുതുമ്പോ എന്ത് വരും മക്കളെ? 1, -1, -3 എന്ന് പറയുന്നത് വരും. അപ്പൊ നമുക്കത് ഗുണിക്കുമ്പോൾ എന്ത് വരും മക്കളെ? നമുക്ക് ഐ ഇൻറ്റു അത് വെറുതെ റോയിങ് കോളം ഇട്ടു 2, 0, -2, -1, 3 മൈനസ് ജെ ഇൻറ്റു അത് വെറുതെ റോയിങ് കോളം ഇട്ടു 2, -2, 1, -3 പ്ലസ് കെ ഇൻറ്റു അത് വെറുതെ റോയിങ് കോളം ഇട്ടു 2, 0, 1, -1 ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു 0 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 0 - 2 മൈനസ് ജെ ഇൻറ്റു -6 പ്ലസ് 2 പ്ലസ് കെ ഇൻറ്റു -2 മൈനസ് 0. അപ്പൊ -2i പ്ലസ് 4j മൈനസ് 2k എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ആരാണ് മക്കളെ? നമ്മുടെ എ ബി ക്രോസ് ബി സി എന്ന് പറയുന്ന സാധനം. സാധാരണ പോലെ ഡിറ്റർമിനന്റ് ഐ ജെ കെ വെച്ചിട്ട് നമ്മൾ നേരിട്ട് അത് അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. സംശയമല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. Therefore magnitude of AB cross BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഇതിന്റെ കൂടുതലിന്റെ സ്ക്വയർ -2ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ പ്ലസ് -2ന്റെ സ്ക്വയർ ചെയ്തു വരുമ്പോ 4 + 16 + 4 റൂട്ട് 24 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അവിടെ കിടന്നോട്ടെ. അപ്പൊ നമുക്കത് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് എവിടേക്ക് കണ്ടുപിടിക്കാം മക്കളെ? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കുമ്പോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി സമം കിട്ടി ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ഓൾറെഡി കണ്ടുപിടിച്ചു റൂട്ട് 24. അപ്പൊ റൂട്ട് 24 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് എഴുതി വെക്കുക. പരിപാടി കഴിഞ്ഞു. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കിട്ടി. ഇനി അടുത്തത് നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കഴിഞ്ഞു. ഏരിയ ഓഫ് ട്രയാങ്കിൾ പാരലോഗ്രാം ആണ് ഈ ആമത്തെ. ഏരിയ ഓഫ് പാരലോഗ്രാമിന്റെ വളരെ സിമ്പിൾ ആണ് മക്കളെ. ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാരലോഗ്രാം ഉണ്ടെങ്കിൽ അതിന് 2 അഡ്ജസന്റ് സൈഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അഡ്ജസന്റ് സൈഡ് ശരിക്കും എയും ബിയും ആണെങ്കിൽ വെക്ടർ എയും അതുപോലെ തന്നെ വെക്ടർ ബി ആണ് അഡ്ജസന്റ് സൈഡ് എങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇങ്ങനെയാണ് മക്കളെ. ഏരിയ ഇസ് ഈക്വൽ ടു വെറും മോഡുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്നാണ്. ഇവിടെ അപ്പൊ നമുക്ക് എങ്ങനെ ഒരു മക്കളെ? ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാല് പറയുന്നുണ്ട് എ ബിയും ബി സിയും ആണ് അഡ്ജസ്റ്റന്റ് സൈഡുകളിൽ. അപ്പൊ ഇവിടെ എന്ത് വരും? ഏരിയ ഇസ് ഈക്വൽ ടു മോഡുലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് ബി സി എഴുതി വെക്കാം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് റൂട്ട് 24 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വരും. പരിപാടി കഴിഞ്ഞു.
അപ്പൊ നമ്മുടെ ആമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നമ്മുടെ ആമത്തെ ചോദ്യം, ഫൈൻഡ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് ബി സി, അല്ലെങ്കിൽ ഫൈൻഡ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ എ ആൻഡ് വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്നാണ് ശരിക്കുള്ള ഫോർമുല. അതായത് ഒരു എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, വെക്ടർ എന്ന് പറഞ്ഞാൽ വെറും എ ക്രോസ് ബി, യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് വരും മക്കളെ? ഇവിടെ എന്ത് വരും? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് ബി സി എന്ന് പറഞ്ഞാൽ എ ബി ക്രോസ് ബി സി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് ബി സി എന്നാണ് വരിക. അതിൽ ഓൾറെഡി എ ബി ക്രോസ് ബി സി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? -2i പ്ലസ് 4j മൈനസ് 2k കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യേണ്ടി വരും മക്കളെ? നമുക്ക് √24. ഇത്രയുള്ള പരിപാടി വളരെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഈ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം എഴുത എല്ലാ ചോദ്യവും കിട്ടും നമുക്ക്. ഫോർമുല വൃത്തിയിൽ പഠിക്കുക, പ്രൊജക്ഷന്റെ ഫോർമുല പഠിക്കുക, എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇനി ആംഗിൾ കണ്ടുപിടിക്കാൻ എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇനി അതുപോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു എ ക്രോസ് ബി. ഇവിടെ ആണെങ്കിൽ എ ബി ക്രോസ് ബി സി എന്നാവും. ഏരിയ പാരലോഗ്രാം എന്ന് പറയും വെറും മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. ഇവിടെ ആണെങ്കിൽ എ ബി ക്രോസ് ബി സി എന്നാവും. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ ആൻഡ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. ഇവിടെ ആണെങ്കിൽ എ ബി ക്രോസ് ബി സി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് ബി സി എന്ന് വരും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെക്ടറിൽ ചോദിക്കാവുന്ന ഭൂരിഭാഗം എല്ലാ ചോദ്യങ്ങളും ഇതില് കടന്നു പോകും. ഓക്കെ അല്ലെ? അപ്പൊ ബൈ ടാ.